ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. കാന്താരയുടെ രണ്ടാം പാർട്ട് ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങിയിരിക്കുകയാണ്. പ്രിവ്യൂ ഷോയിൽ എന്താണോ പറഞ്ഞത് അതുതന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്ന റിപ്പോർട്ടുകളും. ആദ്യ പകുതി കഴിയുമ്പോൾ സിനിമയ്ക്ക് വരുന്നത് മികച്ച റെസ്പോൺസ് തന്നെയാണ്. മികച്ച രീതിയിലുള്ള ഒരു ചിത്രം, കോമഡിയും അതേപോലെ തന്നെ ആക്ഷനും എല്ലാം കൊണ്ടും പൂർണ്ണതയുള്ള ചിത്രമെന്ന് തന്നെ പറയാം. ഋഷഭ് ഷെട്ടിയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സംവിധാനവും ഒപ്പം ആക്ടിങ്ങും എന്ന് തന്നെയാണ് സിനിമയെ വിലയിരുത്തുന്നത്. ഓരോ മലയാളിക്കും ഈ ഒരു സിനിമ അത്രത്തോളം മികച്ചതായി വരികയാണ്. മികച്ച രീതിയിലുള്ള സ്ക്രീൻ പ്ലേയും ഫസ്റ്റ് ഹാഫ് പിടിച്ചിരുത്തുന്നതും ഇൻ്റർവെൽ ട്വിസ്റ്റൊക്കെ ഗംഭീരം എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ കേട്ട കാര്യങ്ങളെല്ലാം തന്നെ സത്യമാകുന്ന ലെവലിലേക്ക് വരുന്നു. സാധാരണ പ്രിവ്യൂ റിപ്പോർട്ടുകൾ വരുമ്പോൾ പലപ്പോഴും അത് പാളാറുണ്ട്. പലരും ഗംഭീരമെന്ന് പറഞ്ഞാലും പിന്നീട് വരുമ്പോൾ അത്ര മികച്ചതാകാറില്ല. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല, ഇത് മികച്ചത് തന്നെയെന്നാണ്. എന്തായാലും ഒരു ഗംഭീര സിനിമ തന്നെയാണ്. ഒരു ഡിവോഷണൽ മൂവി എന്ന് തന്നെ പറയാം. അത് ആളുകളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വിഷ്വൽ ക്വാളിറ്റിയും BGM ഒക്കെ അമ്മാതിരി രസകരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതെ, ഈ ഒരു സിനിമ നമ്മൾ പ്രതീക്ഷിച്ച അതിൻ്റെ ആ രീതിയിൽ തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സിനിമയ്ക്ക് ചെറിയ ലാഗും കാര്യങ്ങളുമൊക്കെ പറയുന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ അതൊരു മികച്ച രീതിയിൽ തന്നെയാണ്. ഗുഡ് മ്യൂസിക് ആണെന്ന് പറയുന്നു. അതേപോലെ വിഷ്വൽസും ഒരു രക്ഷയും ഇല്ലാത്തതാണ്. എക്സ്ട്രീം ഗുഡ് സീനുകൾ കൊണ്ട് നിറഞ്ഞ ചിത്രം എന്ന് തന്നെയാണ് അഭിപ്രായങ്ങൾ വരുന്നത്. എന്താണേലും സെക്കൻഡ് ഹാഫ് കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടന്നു വരാം. അതിനും മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം അത്രത്തോളം മികച്ച റെസ്പോൺസുകളാണ്. ഫസ്റ്റ് ഹാഫ് എന്താണോ നമുക്ക് പ്രിവ്യൂ ഷോയിൽ കിട്ടിയത് അത് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള സെക്കൻഡ് ഹാഫ് എന്നാണ് നമുക്ക് പ്രിവ്യൂ ഷോയിൽ ലഭിച്ചിരിക്കുന്നത്. അത് തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും ഒരു പവർ ഹൗസ് ആക്ട് ഡോമിനേറ്റ് ചെയ്യും ഈ ഒരു സ്ക്രീനിൽ എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അങ്ങോട്ട് സെക്കൻഡ് ഹാഫ് ഗംഭീരമായി കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് 1000 കോടിയിലേ നിൽക്കുള്ളൂ. ഒരു പക്ഷേ അതിന് മുകളിലേക്കും പോകാം. ഇത് വന്നിരിക്കുന്നത് ഏകദേശം 7ഓളം ഭാഷകളിലാണ്. അതായത് നമുക്ക് ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, തെലുങ്ക്, മലയാളം, തമിഴ്, ബംഗാളി അങ്ങനെ 7 ഭാഷകളിലാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. ലോകമെമ്പാടും ഒരേ അഭിപ്രായത്തിൽ തന്നെയാണ് സിനിമ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.